ഗബ്രി പുറത്തിറങ്ങിയതിനു ശേഷം വീട്ടിൽ വെച്ചിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-18 മിനിറ്റോളം വരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ദി ഫൈനൽ ന്യൂസ് മലയാളം എന്ന് പറയുന്ന ഒരു ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഫുൾ ഇന്റർവ്യൂ പോയി വാച്ച് ചെയ്യുക. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി എന്ത് പറയണ്ട, ഒരു ന്യായീകരണം. ഒരാണും പെണ്ണും കൈപിടിച്ചിരുന്നു കഴിഞ്ഞാൽ തെറ്റാണോ? അല്ലെങ്കിൽ അത് കാണുന്ന വ്യൂവേഴ്സിന്റെ കുഴപ്പമാണ്, അത് കാണുന്ന നമ്മുടെയൊക്കെ കുഴപ്പമാണ്, അല്ലാതെ അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റും വന്നിട്ടില്ല എന്നാണ് ഗബ്രി മോൻ പറയുന്നത്. എന്തായാലും ഗബ്രി ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യമേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതെനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈയിട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക പിടിക്കുന്നതും തെറ്റാണോ? അല്ലല്ലോ, നിങ്ങൾ പറ, സീരിയസ്ലി ചോദിക്കാം. ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എങ്ങനെയാണ് അത് തെറ്റാകുന്നത്? ഒരു ബൗണ്ടറി ഉണ്ട്, ഒരു ഫിസിക്കൽ ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വൾഗർ എലമെന്റ് വരുന്നുള്ളൂ. അത്രയും നേരം അത് വൾഗർ അല്ല. അതായത് ഒരു ആണും പെണ്ണും കൈപിടിച്ചിരുന്നു കഴിഞ്ഞാൽ തെറ്റല്ല. ഓക്കെ, അത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം. ഒരു ആണും പെണ്ണും കൈപിടിച്ചിരുന്നു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഗബ്രി ഇതിനകത്ത് പറയുന്നത് ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി ക്രോസ് ചെയ്താലാണ്. ഇതൊരു പബ്ലിക് ഷോയാണ്. ആ പബ്ലിക് ഷോയിൽ ചെന്നിരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഈ പറയുന്ന അൻസിബയും ഋഷിയും തമ്മിൽ ഇരിക്കുന്നത് അവർ നല്ല ഫ്രണ്ട്സ് ആണ്. അവർ കയ്യിൽ പിടിച്ചിരുന്നെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവരൊരു ലിമിറ്റ് ഉണ്ട്. അവർ ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ കേസിനകത്ത് എന്തുവായിരുന്നു, ഈ പറയുന്ന ബൗണ്ടറി അവർ വെച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ഗബ്രി എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ടെന്ന് ഗബ്രി ഇതുവരെ മനസ്സിലാക്കാതാന്ന് തോന്നി ഇവ സംസാരിക്കുന്നത്. ഇവരെന്ത് ബൗണ്ടറിയാണ് വെച്ചിട്ടുള്ളത്? കൈ പിടിച്ച് കടിക്കുന്നതോ അല്ലെങ്കിൽ ഉമ്മ വയ്ക്കുന്നതോ എന്തൊക്കെയാ കാണിക്കുന്നത്? കയ്യിൽ നക്കി കൊടുക്കുന്നതോ? ഇതെല്ലാം ആണോ ഒരു ബൗണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത്? അത് കാണുന്ന ആൾക്കാരുടെ കുഴപ്പമാണെന്നാണ് ഇവന്റെ വിചാരം. ഇവന്റെ ഈ ഒരു വിഷയത്തിൽ ഒരു ന്യായീകരണങ്ങൾ കേട്ട് കഴിഞ്ഞുണ്ടല്ലോ, ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തായാലും ബാക്കിയുടെ കേൾക്കാം. സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേള്, ബോയുടെ അല്ല ഞാൻ ചോദിക്കണം, ഗേളിനെ കിസ് ചെയ്യില്ലേ? അവളത്തൊരു ഉമ്മ കൊടുക്കൂലേ? അതിൽ ആ ജെൻഡർ ഇല്ലാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കഴിഞ്ഞില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കിസ് ചെയ്യത്തില്ലേന്ന്? അത് ജെൻഡർ ഇല്ലാതെ നോക്കി കഴിഞ്ഞാൽ ഉള്ള രീതി പോലെ എന്ത് വിഡിത്താണ് പോയി സംസാരിക്കണത്? ഇതെല്ലാം ഒരു ന്യായീകരണമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെന്നൈന്റെ 4 ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ഒരാളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ആവുകയും ആ ആളുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുകയും ആ ആളുമായിട്ട് കടിക്കാനും ഈ കടിയും ഈ നക്കലും ഈ പരിപാടിയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഞാൻ എന്നിട്ട് അതിനകത്ത് ഒരു ന്യായീകരണം എന്ന് പറഞ്ഞാൽ ഞാൻ 1 സെക്കൻഡും കൊണ്ട് ഞാൻ ഫ്രണ്ട് ആവുമെന്നാണ് പറയുന്നത്. ഇത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നതിനകത്താണ് ആൾക്കാർക്ക് ഒരു അത്ഭുതം വരുന്നത്. അപ്പോഴാണ് ഒരു ചോദ്യം വരുന്നത്, ഇത്ര പെട്ടെന്ന് ഇത് എങ്ങനെ കാണിക്കാൻ പറ്റുന്നു? അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഒരാളോട് റിലേഷൻ ആവാൻ പറ്റുന്നു? ഇത് ഇപ്പോഴും ഇതിനകത്ത് പറയുന്നില്ല ഞാൻ ഫ്രണ്ട് ആണെന്നുള്ള രീതിയാണോ, അതോ സ്നേഹിക്കുവാണോ ഒന്നും അറിയത്തില്ല. എന്നിട്ട് അവൻ പറയുന്നത് അവന്റെ ഇതുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്, അവിടെ ചോദിക്കാനുണ്ട്. അതായത് കല്യാണത്തിന്റെ അതായത് പ്രാക്ടിക്കൽ ആയി കഴിഞ്ഞാൽ, ഇൻ കേസ് ഇപ്പം നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യം നിങ്ങളുടെ വീട്ടുകാർ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചാൽ പറയുക, അത് അവിടെ പുള്ളി പറയട്ടെ. അപ്പൊ അതിനർത്ഥം എന്തുവാണ്? ഇവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്ടമാണ്. അത് ഇവനങ്ങ് സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് ഇത്രയും ന്യായീകരണങ്ങൾ പറയുന്നതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. ഇനി വൃത്തിയുടെ കേസിൽ ഇവൻ പറയുന്ന ഒരു വളരെ റോങ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഒന്ന് കേട്ടു നോക്കാം. ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ആവശ്യത്തിലധികം വൃത്തി ജാസ്മിൻ ഉണ്ട്. ഒന്നരാടം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമാണ്. അതിനെ വലിച്ചഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കിയത്. ആ തുമ്മിയതാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ, അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും. നമ്മളിപ്പോൾ ഒരു മീഡിയോക്കർ, അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പിൽ നിന്ന് വളർന്ന് വലുതേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ്. സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊന്തിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ട് കളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടല്ലേ? അതായത് പാവപ്പെട്ടവർക്ക് എന്താണ് വൃത്തിയില്ലേ? പൈസ ഉണ്ടെങ്കിലും പൈസ ഇല്ലെങ്കിലും വൃത്തി എന്ന് പറയുന്ന ഒരു മെയിൻ സാധനം എല്ലാവർക്കും ഉണ്ട്. പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ പാവപ്പെട്ടവർക്ക് മാത്രം വൃത്തിയില്ല, പണക്കാർക്ക് മാത്രം വൃത്തിയുണ്ട്. അത് എന്തൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അത് അങ്ങനെ സംസാരിച്ചത്? എനിക്ക് മനസ്സിലായില്ല ഗബ്രി എന്താണ് അതിനകത്ത് ഉദ്ദേശിച്ചത്. ഇവൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവർ, അതായത് വെറും ലോ ലെവലിൽ കിടക്കുന്ന ആൾക്കാർക്ക് ആർക്കും വൃത്തിയില്ല. അവരുടെ വീട്ടിലൊന്നും ആർക്കും വൃത്തിയില്ല. അവരാരും ഈ കുളിക്കത്തുമില്ല. അവരെല്ലാം ചായയിൽ തുമ്മിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വരുന്നതിന്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണത്. അങ്ങനല്ലേ പറഞ്ഞു വരുന്നത്? എന്തൊരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണത്? അത് കണക്കിന് വേറൊരു കാര്യം, അവളാണ് അവളുടെ ഫാമിലിയെ ഇത്രയും കൂടെ ഒന്ന് പൊക്കിക്കൊണ്ട് വന്നത്. ഇപ്പോഴല്ലേ അവരൊന്നും ഇതായത് അല്ല, അവള് കഷ്ടപ്പെട്ടിട്ടാണ്. ഇവൾ എത്ര നാളായി ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്? ഏകദേശം 1.5-2 വർഷം. അവൾക്ക് ഏർണിങ്സ് കിട്ടി തുടങ്ങിയിട്ട് ഏകദേശം അത്രയല്ലേ ആവത്തുള്ളൂ.
ഇവളാണ് ഈ ജനിച്ച് വീണപ്പം തൊട്ട് ഇവളുടെ കുടുംബം നോക്കുന്നത്. എൻ്റെ അറിവിലല്ല. അവളുടെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അവളുടെ വീടും അവളുടെ സാഹചര്യങ്ങളും എല്ലാം അവളുടെ വാപ്പ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. എൻ്റെ അറിവിൽ അങ്ങനെ തന്നെയാണ്. ആ മനുഷ്യൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുമുണ്ട്, അതേപോലെ ആ പൈസ കൊണ്ടുവന്ന് പോയിട്ടുമുണ്ട്. പക്ഷേ അതെല്ലാം എന്താണ്, വളരെ കുറച്ച് നാളുകൾ ആയ സംഭവങ്ങളാണിത്. അതിനും ഇതും തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പാവപ്പെട്ടവർക്ക് എന്തോ വൃത്തിയില്ലേ? എടേ, ഒരു ചെറിയൊരു വീട്, എന്താ പറയുന്നത്, ഒരു കുടില് പോലെ ഉള്ള ഒരു വീട്ടിൽ ചെന്നാലും മതി. അവിടെ ചെന്നിട്ട് ഒരു 2-3 ദിവസം നീ താമസിച്ച് നോക്ക്, അവർക്ക് നിന്നെക്കാട്ടും മേ ബി വൃത്തിയാണ്. ഇങ്ങനെ ഒരിക്കലും അങ്ങനെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് സംസാരിക്കരുത്. കാര്യം ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് അവളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവളായിട്ട് തന്നെ പറഞ്ഞതാണ് എന്താണ്, ഞാൻ ഒന്നിക്കൊന്നൊരാളാണ് കുളിക്കുന്നത്. അതും പോട്ട്, ഇവൾക്ക് യൂട്യൂബ് ചാനലുണ്ടല്ലോ, അവളുടെ ചാനലിൽ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒരു ദിവസം ഇടപെട്ടിട്ടാണ് കുളിക്കുന്നതെന്ന്. എന്നിട്ടാണ് ഇവൻ വന്നിരുന്ന് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യണത്. ഒരു കഥയറിയാതെ വന്നിരുന്ന ആട്ടം കാണുവാണ്. സത്യം പറയാൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഇവൻ ഒരു ചുക്കും അറിയത്തില്ല. ഇവളെന്താണെന്ന് പോലും ഇവൻ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. അത് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇനി വേറൊരു കാര്യമുണ്ട്. ഇനി അഫ്സലിൻ്റെ കേസ് ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, ജാസ്മിന് പുറത്ത് നടന്ന കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിയാവോ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഗബ്രിമ കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കാണാം. ഈ ജാസ്മിന് പുറത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ജാസ്മിന്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ആക്ച്വലി ഹൗസിനുള്ളിലും ചെറിയ ചർച്ചകൾ നടന്നിരുന്നു. സീക്രട്ട് ഏജന്റ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പം അത് പക്ഷേ സീക്രട്ട് ഏജന്റ് വന്നപ്പോൾ പറഞ്ഞത് എത്രത്തോളം ഞാനല്ല അത് കേട്ടത്, ജാസ്മിനാണ് കേട്ടത്. ഞാൻ അവിടെ ഇരുന്നിട്ടില്ല. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ചാൽ എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അത് സായി തന്നെ ലാലൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. അവൻ പറഞ്ഞത് മൊത്തം ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവളെ തളർത്താൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ അത് വിശ്വസിക്കുന്നില്ല. സായി പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് ഗബ്രി പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ സത്യമായിരിക്കും. കാര്യം വന്നിറങ്ങി ഇത്രയും സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ടൈം എടുക്കും. മനസ്സിലാക്കി കാണത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇവള് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. പിന്നെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പം ഇനി അളിയന് ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. പ്രത്യേകിച്ച് അഫ്സലിൻ്റെ കേസ് എല്ലാ കാര്യങ്ങളും കാണുമ്പോഴത്തേക്ക് ഇതിനെന്തായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് മറുപടി പറയുന്നതെന്നും കൂടെ കേൾക്കണം. ശരിക്കും പറഞ്ഞാൽ അത് കേൾക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? നിങ്ങൾ തന്നെ പറ. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചത്, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചോദിച്ചത് വിഷയം ജാസ്മിൻ്റെയും അഫ്സലിൻ്റെയൊക്കെ ഒരു ഇഷ്യൂസാണ് ചോദിച്ചത്. ചെയ്ത തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് ഇതിങ്ങനെല്ലാം കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ കെട്ടിപ്പിടിച്ചെന്നോ കൈ പിടിച്ചിരുന്നെന്നോ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊരു നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിനെ സംബന്ധിച്ച് ഒരു റിലേഷൻഷിപ്പിൽ ഇരുന്ന സമയത്ത് നിൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെയുള്ള പരിപാടി കാണിച്ചപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. നമ്മളത് ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതാണ് ഇപ്പം മെജോറിറ്റി മലയാളികൾക്കോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഇതിനകത്ത് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇതിപ്പം ഗബ്രി ഇത് വന്നിരുന്ന് അവളെ ന്യായീകരിച്ച് ഇങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണെന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ ഭാഗം എങ്ങനെ ആയാലും സേഫ് ആക്കാനേ നോക്കത്തുള്ളൂ. ഇതിനകത്ത് അവൾ ഇവിടെ കാണിച്ചതിൻ്റെ പ്രവൃത്തികളിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ട് നീ ഒരിക്കലും ചിന്തിക്കത്തില്ല. പ്രത്യേകിച്ച് അവളുടെ ഫാമിലി ആയാലും ആരെ പറ്റി നീ ചിന്തിക്കത്തില്ല. അപ്പോൾ സ്വന്തമായിട്ട് ന്യായീകരിക്കുമ്പം ഈ ഒരു വിഷയങ്ങളെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്തിട്ട് സംസാരിക്കുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നല്ലത്. ഇനി അടുത്തൊരു വിഷയം, മാനസികമായിട്ട് സുഖമില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന മെഡിസിൻ സിബിന് കൊടുത്തു എന്ന് അഖിൽമാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ ഗബ്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മെഡിസിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അതൊന്ന് കണ്ടുനോക്കാം. മെഡിസിൻ തന്നല്ലോ, അതിൽ മെന്റലി ഓക്കെ അല്ലാത്ത ആൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും അത് മെന്റലി ഓക്കെ അല്ലാത്ത ആളുടെ മെഡിസിനേ അല്ല. പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രീത്തിങ് ട്രബിളും നമ്മുടെ ഹാർട്ട് ബീറ്റ് റൈസ് ആവും. അത് ബേസിക്കലി സെഡേഷൻ ആണ്. നമ്മളുടെ മനസ്സിനെ ഒന്ന് കൂളാക്കി കിടത്തി ഉറക്കാനുള്ള മരുന്ന് മാത്രമാണ്. അല്ലാതെ അതിൽ മറ്റേ നമ്മുടെ ബ്രെയിനും മെന്റലും ഒന്നായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. സിബിൻ്റെ കാര്യത്തിലാണെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ സിബിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഒന്നും കിട്ടാത്ത സമയത്ത് മേ ബി കൊടുത്തായിരിക്കാം. പക്ഷേ ഈ ഒരു സാധനം എന്തുകൊണ്ടാണ് പിന്നെ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും വരുന്നതെന്ന് ഉള്ളത് കാര്യം എനിക്കറിയത്തില്ല. കാര്യം ആ സമയത്ത് സിബിൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു കുറേ കാര്യത്തിൽ, ലാലേട്ടൻ്റെ ആ ഒരു പ്രത്യേകിച്ച് ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം. അപ്പം എനിക്കിതെല്ലാം വെച്ച് കണക്ട് ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഗബ്രിക്ക് കൊടുത്തത് അതേ കണക്കുള്ള സംഭവം ആയിരിക്കാം മേ ബി സിബിന് കൊടുത്തത്. പിന്നെ അതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു കാര്യത്തിൽ. അപ്പം എന്തായാലും ഗബ്രിയുടെ ന്യായീകരണങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പം മേ ബി ഇനി എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കാണുമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം കാണത്തില്ലായിരിക്കും. ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് ബോധം പോകും, അത് 100% ഉറപ്പാണ്. അപ്പം എന്തായാലും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ തല പൊക്കി പതുക്കെ നൈസായിട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ പറയത്തുള്ളൂ. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള ന്യായീകരണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്തൊരു റോങ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് സംസാരിച്ചതെന്ന് ഗബ്രിക്ക് തന്നെ അറിയത്തില്ല. പ്രത്യേകിച്ച് ഈ വൃത്തിയുടെ കേസിൽ പാവപ്പെട്ടവരെ ആ ഒരു കേസ് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.